നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ എന്താ പറയണ്ടേ ഒരു ഉത്സവം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അപ്പം അമ്മയടുത്തുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ പോലും എല്ലാ വർഷവും പൊങ്കാല ഇടുന്നത് തന്നെയാണ്. എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം എല്ലാ വർഷവും ഓരോ ആഗ്രഹത്തിൻ്റെ പുറത്തിടുന്നു, അതൊക്കെ അമ്മ നടത്തി തരുന്നു. ഇപ്രാവശ്യം ഒരു ആഗ്രഹമുണ്ട്, സ്റ്റേറ്റ് അവാർഡ് കിട്ടണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് അമ്മ സാധിച്ചു തരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അമ്മ സാധിച്ചു തരുന്നുണ്ട്. നമസ്കാരം. പൊങ്കാല സമർപ്പണത്തിനായി നിരവധി സിനിമാ സീരിയൽ താരങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് തലസ്ഥാനത്ത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ബിഗ് ബോസ് താരമായ അനുമോളാണ്. അനുമോൾ, ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് ഏറെ പ്രത്യേകതകളാണ് അനുവിനെ സംബന്ധിച്ച് ഉള്ളത്. അതായത് ബിഗ് ബോസിൽ വിജയിയായതിന് ശേഷമുള്ള ആദ്യത്തെ പൊങ്കാല, എന്താണ് പറയാൻ? സന്തോഷം. എന്താ പറയണ്ടേ, നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ എന്താ പറയണ്ടേ ഒരു ഉത്സവം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം. ഒരുപാട് ഈ 14 ജില്ലകളിൽ നിന്ന് മാത്രമല്ല, എബ്രോഡിൽ നിന്നും ഒരുപാട് പേര് പൊങ്കാലിടാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം അമ്മയടുത്തുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ പോലും എല്ലാ വർഷവും പൊങ്കാലിടുന്നത് തന്നെയാണ്. ഈ വർഷം പൊങ്കാലിടാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, അതൊരു അനുഗ്രഹം തന്നെയാണ്. ഈ വർഷം പൊങ്കാലിടാൻ പറ്റിയത് തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ പൊങ്കാലിടുന്ന എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരുടെയും ഉള്ളിലൊരു ആഗ്രഹിച്ചിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് പൊങ്കാല ഇടുന്നത് തന്നെ. അപ്പം എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം എല്ലാ വർഷവും ഓരോ ആഗ്രഹത്തിൻ്റെ പുറത്തിടുന്നു, അതൊക്കെ അമ്മ നടത്തി തരുന്നു. ഇപ്രാവശ്യം ഒരു ആഗ്രഹമുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം ആഗ്രഹിച്ചത് അത് നടന്നു. അതുകൊണ്ടാണല്ലോ ഇപ്രാവശ്യം ഇടുന്നത്. അതുപോലെ ഇപ്രാവശ്യം പ്രാർത്ഥിക്കുന്നു, അമ്മ നടത്തി തരുമെന്ന് നല്ല വിശ്വാസമുണ്ട്. അത് ഈ വർഷം തന്നെ നടത്തി തരും. കഴിഞ്ഞ വർഷം ബിഗ് ബോസിൽ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കയറണമെന്ന് അത് ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും കയറണമെന്നായിരുന്നു. പക്ഷേ കോൾ വന്ന സമയത്താണെങ്കിൽ പോലും ഈ സമയത്തൊക്കെ ആയിരുന്നു കോൾ വന്നിരുന്നത്. അതെ. അപ്പോൾ എനിക്ക് 100 ദിവസം നിൽക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. വിന്നറാവണമെന്നും ആഗ്രഹിച്ചിട്ടില്ല. 100 ദിവസം അവിടെ നിൽക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. സാധിച്ചു തന്നു. അതിന് മുന്നേ ഒരു ആഗ്രഹങ്ങളൊക്കെ ചോദിക്കാൻ പാടില്ലായിരുന്നു, പക്ഷെ നടന്നുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. അതിന് മുന്നേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് അമ്മ സാധിച്ചു തരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അമ്മ സാധിച്ചു തരുന്നുണ്ട്. ഇപ്രാവശ്യം ആഗ്രഹമുണ്ട്, അത് അമ്മ സാധിച്ചു തരുന്ന വിശ്വാസമുണ്ട് 100%. എത്രാമത്തെ പൊങ്കാല? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ചെറിയ പ്രായം മുതലേ ഞാൻ അമ്മയുടെ കൂടെ വരാൻ തുടങ്ങിയതാണ്. മുടങ്ങിയിട്ടില്ല. കൊറോണ ടൈമിൽ മാത്രം വീട്ടിൽ മാത്രം ഒരു ദിവസം ഇട്ടു, ഒരു വർഷം. പിന്നെ ബാക്കി എല്ലാ വർഷവും പൊങ്കാലിടാൻ ഭാഗ്യം ഉണ്ടാവുന്നുണ്ട്. ഫാമിലി ആയിട്ടാണോ? അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടൻ, കസിൻസ് എല്ലാവരും ഉണ്ട്. എന്തായാലും അനുമോൾ പറഞ്ഞതുപോലെ ഓരോ വർഷവും പല ആഗ്രഹങ്ങളുമായാണ് അനുമോളും ഫാമിലിയും പൊങ്കാല അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ വർഷം ഉൾപ്പെടെ ബിഗ് ബോസിൽ കയറണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അത് പൊങ്കാല സമർപ്പിച്ചുകൊണ്ട് അമ്മയ്ക്ക് മുൻപിലേക്ക് വയ്ക്കുകയും ചെയ്തു എന്നാണ് അനുമോൾ പറയുന്നത്. അമ്മയ്ക്ക് മുൻപിൽ ഒരു ആഗ്രഹം വച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചു തരുന്ന ആറ്റുകാൽ അമ്മയാണ് എന്നാണ് അനുമോളും പങ്കുവയ്ക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി സെലിബ്രിറ്റീസാണ് പൊങ്കാല അർപ്പിക്കുവാനായി തലസ്ഥാനത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. അനുമോൾക്ക് എല്ലാവിധ ആശംസകളും ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കട്ടെ എന്നതുൾപ്പെടെ പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.